കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കണ കൂന്തൽ നിറച്ച് പച്ചമുളക് സവാള അരിഞ്ഞതാ ചെറുതായിട്ട് സവാള ചെറുതായിട്ട് വാടി വന്നു കൊടുക്കാം. ചെറുതായിട്ട് കട്ട് വെച്ചേക്കണം കൂന്തലാണ്ട. ഇത് സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞളുള്ളത് പൊടി, ഗരം മസാല പൊടിച്ചത്, തേങ്ങ ചിരണ്ടിയിടാണ്ട. ലാസ്റ്റ് 2 ടീസ്പൂൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം വറുത്തതാണ്. മസാലയൊക്കെ റെഡി. നല്ല ചമ്മന്തിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു സവാള തൊണ്ട് കളഞ്ഞതും 10 കാശ്മീരി മുളകും 3 വെളുത്തുള്ളിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ട് ഒരു അടി അടിച്ച് കുരുമുളക് 2 സ്പൂൺ വിനാഗിരിക്കുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര, കറിവേപ്പില. നമുക്ക് നമ്മളിതേ കൂന്തൽ നിറക്കാൻ പോണം. മസാല റെഡിയാക്കി വെച്ചോണം. മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാം. നിങ്ങൾ ശരിയാക്കുമ്പോൾ കൂന്തൽ ഇതുപോലെ വട്ട അരിയണ്ട, ചെറുതായിട്ട് അരിഞ്ഞോ, അല്ലെങ്കിൽ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ടൂത്ത് പിക്ക് എടുക്കുക, ഇവിടെ നിന്ന് ഒരു കുത്തുകുത്ത ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടിട്ട് നിറച്ചു വെച്ചാൽ കൂന്തൽ ആവിയേറ്റാൻ വെക്കണം. ഇതുണ്ടോ കൂന്തലിന് പറഞ്ഞാൽ സ്ക്വിഡ് നേരത്തെ അരിച്ചു വെച്ചതേ ചട്നി ഇട്ടാ. അപ്പോൾ അത് നമുക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചട്നി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂന്തൽ മസാലയൊക്കെ നിറച്ച് വേവിച്ചേക്കണം. കൂന്തൽ ഇതുപോലെ നല്ലോണം വരണ്ട് വരുമ്പോൾ തീയാണ്ട് ചൂട് അറിയാണ്ട് വരുമ്പോൾ കഴിച്ചു. ഇതുപോലെ